ഇന്ന് എ സിയുടെ ഉപയോഗം ദിനം പ്രതി കൂടി വരികയാണ്. വീടുകളിലും ഓഫീസുകളിലും എന്തിന് നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ പോലും എ സി ഉണ്ട്. അസഹനീയമായ ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നത്. കഠിനമായ ചൂട് ശാരീരികവും മാനസികവുമായ കാര്യക്ഷമത കുറയ്ക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ക്ഷീണമകറ്റി ഉന്മേഷം പ്രദാനം ചെയ്യാൻ എ സി സഹായിക്കുന്നത്. എന്നാൽ അമിതമായ എ സിയുടെ ഉപയോഗം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കനത്ത ചൂടുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ എ സിയുടെ ആവശ്യകത വരുന്നത്. കൂടുതലും കാറിൽ യാത്ര ചെയ്യുന്നവരാണ് എ സി എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന കുറച്ചു കാര്യങ്ങളുണ്ട്. ചൂടുകാലങ്ങളിൽ വാഹനങ്ങളിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മാരക രോഗങ്ങൾ എ സിയുടെ അശ്രദ്ധമായ ഉപയോഗം മൂലം നമ്മളെ തേടിയെത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനങ്ങളിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. നല്ല ചൂടുള്ള സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് വീണ്ടും കാറിൽ യാത്ര ചെയ്യാൻ കയറിയിരുന്നയുടൻ തന്നെ എ സി പ്രവർത്തിപ്പിക്കാതിരിക്കുക. കാരണം കാറിന്റെ ഉള്ളിൽ ചൂട് കൂടുമ്പോൾ ഡാഷ്ബോർഡ്, ഇരിപ്പിടങ്ങൾ, എയർ ഫ്രഷ്നർ എന്നിവയിൽ നിന്ന് ബെൻസെയിം എന്ന വിഷവാതകം പുറപ്പെടുവിക്കും. ഇത് ശ്വസിക്കുന്നത് മൂലം മാരകമായ ക്യാൻസർ പിടിപെടാൻ കാരണമായേക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടച്ചിട്ട മുറിയിലോ കാറിലോ ബെൻസെയിമിന്റെ അംഗീകരിച്ച അളവ് 50 മില്ലിഗ്രാം സ്ക്വയർ ഫീറ്റ് ആണ്. ചൂടുകാലത്ത് വെയിലത്ത് കിടക്കുന്ന കാറിന്റെ ഉള്ളിൽ ബെൻസെയിം എന്ന വിഷവാതകത്തിന്റെ അളവ് 2000 മുതൽ 4000 മില്ലിഗ്രാം വരെ ഉയർന്നിട്ടുണ്ടാകും. അതായത് ശ്വസിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത അളവിന്റെ 40 ഇരട്ടിയോളമാണിത്. ബെൻസെയിം വാതകം ശ്വസിക്കുന്നത് മൂലം കരളിനെയും വൃക്കകളെയും അത് വിഷമയമാക്കുന്നു. കാറിൽ എ സി ഓൺ ചെയ്യുന്നതിന് മുൻപ് ഗ്ലാസുകൾ താഴ്ത്തി ശുദ്ധവായു ഉള്ളിൽ കടത്തിയ ശേഷം മാത്രം എ സി ഓൺ ചെയ്യുക. ഈ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും രക്ഷ നേടാം. അധിക നേരം വെയിലുള്ള സ്ഥലത്തോ ചൂട് കൂടിയ സ്ഥലത്തോ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിന്റെ വിൻഡോ ഗ്ലാസുകൾ എല്ലാം താഴ്ത്തി ഫാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഓടിക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ അവശേഷിക്കുന്ന വിഷവാതകത്തെയും ചൂടുവായുവിനെയും എളുപ്പത്തിൽ പുറന്തള്ളാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് മാത്രം ഗ്ലാസുകൾ ഉയർത്തി എ സി പ്രവർത്തിപ്പിക്കുക. അതുപോലെ തന്നെ പൊടിയില്ലാത്ത സ്ഥലത്തുകൂടെയോ അല്ലെങ്കിൽ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തുകൂടെയോ യാത്ര ചെയ്യുമ്പോൾ മാത്രം എ സിയുടെ പുറത്തു നിന്ന് വായു സ്വീകരിക്കുന്ന മോഡ് ഓണാക്കുക. റീസർക്കുലേഷൻ മോഡിൽ ഇടുമ്പോൾ വാഹനത്തിനുള്ളിൽ നിൽക്കുന്ന വായുവാണ് എ സി തണുപ്പിക്കുക. ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കാൻ ഈ മോഡ് ഓൺ ആക്കുന്നതാണ് ഏറ്റവും ഉചിതം.